ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നമ്മുടെ പൂരമാണ്. പൂരത്തിൻ്റെ തലേ ദിവസം ഞങ്ങൾ കാളവേല കാണാൻ പോയേക്കുക കേട്ടോ. അപ്പോൾ ഓരോ ദേശക്കാർക്കും കാളകളുണ്ട്. അപ്പം ഞങ്ങൾ കാണാൻ പോയ സമയത്ത് അവിടെ പ്രഗീനേച്ചിയും കുട്ടേട്ടനും കുട്ടികളും നമ്മുടെ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നിന്ന് കാളയൊക്കെ കാണുകയാണ്. ഭയങ്കര വലിയ വലിയ കാളകളാണ് കേട്ടോ. നിറയെ ആൾക്കാരുണ്ടായിരുന്നു കാളേനെ കാണാനും ഒക്കെ ആയിട്ട്. അതിങ്ങനെ ചെവി അനക്കുകയും കണ്ടിട്ടിങ്ങനെ ഇളക്കുകയൊക്കെ ചെയ്യുന്ന, അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്ന കാളകളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാളവേലയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു വിഭാഗത്തിൻ്റെ കാളയെ കാണാൻ വന്നപ്പോൾ അവിടെ നല്ല ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. എന്താ പിറ്റേ ദിവസമായി വെളുപ്പം കാലത്ത് തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 4:45 5 മണി അത്രയും തന്നെ ആയിട്ടുള്ളൂ. ആദ്യം വന്ന ഉടനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ജനലും വാതിലും ഒക്കെ എനിക്ക് തുറന്നിടണം. നല്ല കൂരിരുട്ടായിരുന്നു കേട്ടോ. വെട്ടമൊന്നും വീടാറായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ചായയൊക്കെ അങ്ങ് വെച്ചു, ബർഫിക്കുള്ള പാലും ഒക്കെ ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് കുറേ പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം ഇന്ന് കുളിക്കാൻ. അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോഴേക്കും ഞാൻ ആകെ വീണ്ടും വേർത്ത് കുളിച്ചതാവും. അപ്പോൾ ചായയൊക്കെ വെക്കൽ കഴിഞ്ഞപ്പോൾ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ മുറത്തിൽ തട്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ ആയി. അങ്ങനെ പിന്നെ പച്ചക്കറിയൊക്കെ അരിയാൻ തുടങ്ങി. ആദ്യം തന്നെ സാമ്പാറും അവിയലും ഓലനൊക്കെ അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ അരിയാൻ തുടങ്ങി. പരിപ്പ് വേവിക്കാനായിട്ടൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. തൊട്ടപ്പുറത്ത് ഏട്ടൻ നിന്ന് എനിക്ക് തേങ്ങയൊക്കെ ചിരകി തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളൊന്നും എഴുന്നേറ്റിട്ടില്ല. അത്രയും വെളുപ്പിനെ ആയത് കാരണം പിള്ളേരൊന്നും എഴുന്നേറ്റ് വന്നില്ല. അപ്പം ഞാനും ഏട്ടനും കൂടി ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇന്ന് ഞങ്ങളിങ്ങനെ കുക്ക് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ വിശേഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാട്ടോ സാമ്പാറൊക്കെ വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ള സാമ്പാറിന് തേങ്ങയൊക്കെ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങൾ അരിയാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ കുറേ നേരം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന ഉടനെ ഒരു തലച്ചുറ്റൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനൊരു കസരല്ല സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഇരുന്നങ്ങനെ അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും പച്ചക്കറിയൊക്കെ വെന്തു, സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഞാൻ അവിയലിനും ഓലനും തോരനും ഒക്കെയുള്ള സാധനങ്ങൾ ഞാൻ പ്രത്യേകം എടുത്തങ്ങ് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ വെച്ചിരുന്ന ഓവൻ എടുത്ത് മാറ്റി. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വേറെയും ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ആകെ കൺജസ്റ്റഡ് ആവും. എനിക്ക് കുറേ സ്പേസൊക്കെ വേണം. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ 2 ദിവസം മുമ്പേ തന്നെ. ഇവിടെ സാമ്പാർ വയ്ക്കുമ്പോൾ ആകെ 1 2 കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ്. ഒന്നെങ്കിൽ വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, ഇല്ലെങ്കിൽ വഴുതനങ്ങ, അങ്ങനെ എന്തെങ്കിലും 2 3 കഷ്ണങ്ങൾ ഇട്ടിട്ടായിരിക്കും കേട്ടോ സാധാരണ സാമ്പാർ വയ്ക്കുന്നത്. പക്ഷേ എൻ്റെ സാമ്പാറിനകത്താണെങ്കിൽ ഉള്ള പച്ചക്കറി കട മൊത്തം ഉണ്ടാവും, കുറേ കഷ്ണങ്ങളുണ്ടാവും. എനിക്ക് അങ്ങനത്തെ സാമ്പാറും ഇഷ്ടവും. ഒരുവിധം എന്നെക്കൊണ്ട് പറ്റണ എല്ലാ പച്ചക്കറികളും ഞാനിടും. മത്തങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, തക്കാളി, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ, കണ്ണിക്കണ്ട എല്ലാം ഞാൻ വാരിയിടും കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ മുകളിൽ ഷെൽഫിലെടുത്ത് വെച്ചേക്കുകയാണ്. അപ്പം സാമ്പാർ വയ്ക്കാനുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് വലിഞ്ഞു കയറുക. അങ്ങനെ ഞാൻ പാത്രമൊക്കെ എടുത്ത് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കുക്കറിൽ വേവിച്ചത് ഉള്ളിയും തക്കാളി, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. ബാക്കി നമ്മൾ വാട്ടിയ സാധനങ്ങളുണ്ടല്ലോ, വെണ്ടയ്ക്ക, വഴുതനങ്ങ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ അതിനകത്തോട്ടിട്ട് നന്നായിട്ട് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും സാമ്പാറിനി വെച്ചിട്ട് ആർക്കാന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. കുറേ അവിയലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഗസ്റ്റ് ഉണ്ട്, ഏട്ടൻ്റെ വല്യമ്മയും മക്കളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആദ്യത്തെ പൂരം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനൊന്നും അല്ല കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മളെല്ലാ ആൾക്കാരെയും വിളിച്ചിട്ട് അങ്ങനെയൊക്കെയാണ്. അമ്മയുടെ എല്ലാ റിലേറ്റീവ്സും വരും. അവർ 7-8 മക്കളുണ്ട്. അപ്പോൾ അവരുടെ റിലേറ്റീവ്സും ഒക്കെ വരും. റിലേറ്റീവ്സ് അല്ല, മക്കളും മരുമക്കളും കുട്ടികളും ഒക്കെ. ഈ പ്രാവശ്യം ആകെ 2-3 പേരേ വരുന്നുള്ളൂ. കാരണം പിള്ളേർക്കൊക്കെ എക്സാമാണ്. അത് കാരണം പൂരത്തിന് അവർക്കൊന്നും വരാൻ പറ്റില്ല. അതിൻ്റെ വിഷമത്തിലായിരുന്നു എല്ലാവരും. പിന്നെ സാരമില്ല, ഇനിയിപ്പം വെക്കേഷനൊക്കെ ആയിട്ട് എല്ലാവർക്കും കൂടി ഒന്ന് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ആ വിഷമത്തോടെ നിന്ന് അങ്ങ് കുക്ക് ചെയ്യുകയാണ്, ആരും ഇല്ലല്ലോ എന്നുള്ള ഇതിൽ. സാമ്പാറൊക്കെ അങ്ങനെ വെക്കാൻ വേണ്ടി വെച്ചിട്ട് അവിയലിനുള്ള പണികൾ നോക്കുകയാണ്. അവിയൽ ഇവിടെ തൈരൊക്കെ ഒഴിച്ചിട്ട് ആട്ടോ അവിയലൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ കൊല്ലം ഭാഗത്തൊന്നും അങ്ങനെയില്ല. മാക്സിമം തക്കാളിയൊക്കെ നമ്മൾ ഇടത്തുള്ളൂ പുളിപ്പിന് വേണ്ടിയിട്ട്. ചിലവർ തക്കാളിയും കൂടി ഇടാത്തവരുണ്ട്.
അങ്ങനെ ഓലന് വേണ്ടിയിട്ടുള്ള പയറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മത്തങ്ങ അരിയാണ് ഓലനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. ബാക്കിൽ ഇങ്ങനെ ഏട്ടൻ തേങ്ങയൊക്കെ ഇങ്ങനെ ചിരകി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കാരണം വേഗം വേഗം പണികൾ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ നിന്ന് കുക്ക് ചെയ്യില്ലേ വേണ്ടൂ. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് അത് തേങ്ങ ചിരകി കിട്ടുന്നത് കാരണം ഞാൻ വേഗം ചെയ്തു. സത്യത്തിൽ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു സംഭവം കേട്ടോ തേങ്ങ ചിരകൽ, പാത്രം കഴുകലൊക്കെ. ഏട്ടമുള്ള ദിവസം മാക്സിമം ഏട്ടൻ തന്നെയാണ് കേട്ടോ എനിക്ക് തേങ്ങയൊക്കെ ചിരകി തരാറ്. അങ്ങനെ പിന്നെ സാമ്പാറും അവിയലും ഒക്കെ ആയി. ഇനി അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തിരിച്ച് വന്ന് കയറുമ്പോൾ എനിക്ക് ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്തു. സാരി ഒന്നും ഉടുക്കാൻ വയ്യായിരുന്നു കേട്ടോ, നല്ല മടിയായിരുന്നു ഒന്നാമത്. അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഒരു പാടത്തിൻ്റെ നടുക്കൊക്കെ കേട്ടോ, ഉത്രാളിക്കാവ് പോലെ അല്ല, എന്നാലും പാടത്തിൻ്റെ രണ്ട് സൈഡും പാടാണ്, നടുക്കൊരു റോഡും ഒക്കെയാണ് അമ്പലത്തിലേക്ക് പോണത്. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാട്ടോ. തൃപ്പുറ്റക്കാവെന്നാണ് അമ്പലത്തിൻ്റെ പേര്. ഞങ്ങളിതാ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് പോവുകയാണ്. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പോയത് തന്നെ ഒരു 8:30 ആ സമയത്തായിരുന്നു അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു കേട്ടോ തൊഴാൻ വേണ്ടി. നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വാങ്ങി, ഞാനും അച്ചുട്ടിയൊക്കെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഞങ്ങളിതാ മേലേക്ക് കയറി അമ്പലത്തിലോട്ട് പോവാണ്. അവസാനം ഒരു 20 മിനിറ്റോളമൊക്കെ ക്യൂവിൽ നിന്ന് ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുത് പുറത്തേക്ക് ഇറങ്ങി വന്ന് നിറയെ സ്റ്റാളുകളും കടകളും ഒക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നൊരു പൂരം, നമ്മുടെ കൊളപ്പുള്ളി ഷൊർണൂർ ഭാഗത്ത് തന്നെ ഏറ്റവും വലിയ പൂരമാണ് കേട്ടോ ഇത്. അപ്പോൾ പൂരപ്പറമ്പിലേക്ക് ഇറങ്ങി. ആദ്യം തന്നെ ഞാൻ പോയി കുറേ കമ്മലൊക്കെ നോക്കി, എന്നിട്ട് 1-2 കമ്മലൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ആസ് യൂഷ്വൽ നമ്മൾ പൂരത്തിന് പോയി കഴിഞ്ഞാൽ പൊരി, അലുവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ. അങ്ങനെ പിന്നെ അതുമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ജിത്തു ഇങ്ങനെ ഏട്ടനെയും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അച്ഛാ എനിക്കത് വേണം, അച്ഛാ ഇത് വേണം പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ തോക്കോ അങ്ങനെ എന്താണ്ടെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊരിയും അവലും ഒക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നേ. വീട്ടിലേക്ക് വരുന്ന വഴി ഇങ്ങനെ തിറയും പൂതനും ഒക്കെ ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നാദസ്വര കച്ചേരിക്കാരും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം കണ്ട ഒരു കാളയില്ലേ, ആ കാളയുടെ വിഭാഗക്കാരാട്ടോ ഇവർ. ഈ പൂരത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ കാളയാട്ടോ ഇത്. ബിഗ് ബി ആണ് കാള. ആലിഞ്ചോട് വിഭാഗക്കാരുടെ കാളയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ്റെ അമ്മയും അച്ഛനും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബർഫിക്ക് അച്ഛൻ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും എന്തെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്ന് അവന് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് ഭയങ്കര സ്നേഹം അവന്. അങ്ങനെ പിന്നെ അമ്മ അകത്തേക്ക് വന്നൊക്കെയിരുന്നു. അപ്പോഴേക്കും ഞാൻ വേഗം പോയി ചായ വെക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി. അങ്ങനെ ചായയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഡ്രസ്സൊക്കെ മാറി വന്നു. ഞാൻ അപ്പോഴേക്കും ചായയൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ആ ബാലൻസ് ഉണ്ടായിരുന്ന ഓലൻ ഉണ്ടല്ലോ, ഓലൻ വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേന് അമ്മ ചായയൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞ് അമ്മ വന്ന് പാത്രമൊക്കെ കഴുകി കേട്ടോ. ഓലൻ വെക്കാൻ വേണ്ടിയിട്ട് മുളക് നോക്കുമ്പോൾ മുളക് കഴിഞ്ഞു. കുറേ നാളായി മുളകൊക്കെ പിച്ചിയിട്ട്, അത് കാരണം ഫുള്ള് പഴുത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ മുളകുമൊക്കെ പിച്ചി വന്ന് ഞാൻ ഓലനും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി പായസത്തിൻ്റെ പണിയുണ്ട് കേട്ടോ. അയ്യോ ക്ഷീണിച്ചു. ഇനി അടുത്ത പണി പായസപ്പണി. അപ്പം ഞാൻ ശർക്കര ഉരുക്കാൻ വെക്കാൻ പോവാണേ. അങ്ങനെ ശർക്കരയൊക്കെ ഉരുക്കാൻ വെച്ച് ഇടയ്ക്കൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഞാൻ തോരൻ ഉണ്ടാക്കിയായിരുന്നു. ഒരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇടിച്ചക്ക തോരനൊക്കെ ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ പായസപ്പണി തുടങ്ങിയത്. അവസാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പായസം. ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചപ്പോൾ അമ്മ പറഞ്ഞു ഡയറക്റ്റായിട്ട് ഇട്ടാൽ പോരെ ശർക്കരയെന്ന്. പക്ഷേ അതിനകത്ത് നിറയെ പൊടികളും കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉരുക്കി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളിത് ആ പാല് പിഴിയുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റാത്ത കാരണം പിന്നെ ഏട്ടൻ്റെ സഹായം തേടേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ വന്ന് നന്നായിട്ട് തേങ്ങയിൽ പാലൊക്കെ പിഴിഞ്ഞ് വന്നേ. പിന്നെ പായസം അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അതാകുമ്പോൾ നന്നായിട്ട് തീയൊക്കെ കത്തി നല്ല സെറ്റായിട്ടുണ്ടാവും. പിന്നെ പായസം നന്നായിട്ട് അമ്മ വെക്കും. അപ്പോൾ അമ്മയാണ് പായസമൊക്കെ വെക്കുന്നത്. ഞാൻ പിന്നെ കുറേ നേരം റെസ്റ്റ് എന്ന പേരിൽ അവിടെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ഏട്ടൻ്റെ വല്യമ്മയുടെ മകനാണ് കേട്ടോ. ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പായസം ഉണ്ടാക്കുന്നിടത്ത് വന്നിരുന്ന് കുറേ നേരം ഏട്ടൻ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പരിപ്പ് പായസം ആട്ടോ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. സേമിയേക്കാളും പരിപ്പാണ് ഇഷ്ടം. പിന്നെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ ഷുഗർ പേഷ്യൻസ് ആയത് കാരണം അവർ പാൽപ്പായസം ഒന്നും കഴിക്കത്തില്ല. അങ്ങനെ കാറിൻ്റെ സൗണ്ടൊക്കെ കേട്ട് പുറത്തു പോയി നോക്കുമ്പോഴേ ഏട്ടൻ്റെ വല്യമ്മയുടെ ഇളയ മകനും വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ആ ചേട്ടൻ്റെ അമ്മയും അനിയനുമാട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ വല്യമ്മയൊക്കെ വന്നു.
അങ്ങനെ പിന്നെ അവരും അകത്തേക്ക് കയറി വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഉച്ചയ്ക്ക് ഊണുമൊക്കെ കഴിച്ച് കുറേ നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി ഞങ്ങളുടെ ദേശത്തിൻ്റെ പൂരം കാണാൻ വേണ്ടി പോവാം കേട്ടോ. കലച്ചീച്ചറുടെ വീട്ടിലാണ് നമ്മളെപ്പോഴും പൂരം കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ആ പാടത്ത് കൂടിയാണ് പൂരം, വേറെ പാടം ക്രോസ് ചെയ്തിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വന്നു നിന്നിട്ടാണ് പൂരം കാണുന്നത്. കണ്ടില്ലേ, നിറയെ ആൾക്കാരുണ്ട് പൂരം കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ദേശം മേൽമുറി ദേശമാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പൂരം പുറപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. സത്യത്തിൽ ഞാൻ ഏട്ടനെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം കേട്ടോ ഇങ്ങനെ ഈ പൂരം ഉത്സവം ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ചോദിക്കും കൊല്ലത്ത് പൂരം ഉത്സവമൊന്നും ഇല്ലേന്ന്. കൊല്ലം പൂരത്തിന് പോവാറുണ്ട്, പക്ഷേ നമ്മൾ വേറെ അങ്ങനെ ചെറിയ ചെറിയ ഉത്സവങ്ങൾക്കോ അങ്ങനെയൊന്നും പോകാറില്ല. ഒന്നാമത് അമ്മയ്ക്കൊന്നും അങ്ങനെ ഇഷ്ടമൊന്നും അല്ല ഉത്സവത്തിനൊന്നും പോകുന്നത്, അത് കാരണം പോവാറില്ല. ഇതൊക്കെ എൻ്റെ ടീം മെമ്പേഴ്സാട്ടോ. നമ്മളൊരു ടീമുണ്ടല്ലോ ബാഡ്മിൻ്റൺ എന്ന് പറയുന്നത്, ആ ടീമിലുള്ള മെമ്പേഴ്സാണ് ഇവരൊക്കെ. അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങൾ കുറേ നേരം കത്തിയൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ് അവിടെ കാലച്ചേച്ചിയാണ് എല്ലാ വർഷവും മോരും വെള്ളം കൊടുക്കുന്നത് കേട്ടോ. ചേച്ചി അവരുടെ വീട്ടിൽ പശുവുണ്ട്, കുറേ പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാല് വാങ്ങിക്കുന്നതൊക്കെ അവിടെ നിന്നാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും മോരും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അമ്പലത്തിൽ പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടു. അതായത് പൂരം പുറപ്പെടുകയാണ് അവിടുന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഇതാ കുതിരയും ആനകളും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ നേരെ ഇങ്ങനെ നടക്കുമ്പോൾ ആന ഏതോ സ്ഥലത്തേക്ക് അപ്പുറത്തോട്ട് മാറിപ്പോയി. ഞാൻ വിചാരിച്ചു ഇനി വെയിൽ കാരണം മാറിപ്പോയതായിരിക്കും ആനയെന്ന്. അല്ല, അവർ കുറച്ച് നേരം റെസ്റ്റ് ഉണ്ടല്ലോ ഈ മോരും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആനേനെയൊക്കെ തണലത്തോട്ട് കൊണ്ടുപോയി നിർത്തിയേക്കായിരുന്നു. അതിന് പിന്നെ ഇതാണ് കുതിര, കാളാട്ടോ, തെറ്റിപ്പോയതാണേ. നമ്മൾ ആദ്യം കണ്ടില്ലേ വലിയ വലിയ കാളകൾ, അത് റോഡിൽ കൂടെ പോണതാണ്. അത് ഇങ്ങനെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ഇത് പക്ഷേ പാടത്ത് കൂടി കൊണ്ടുപോകുന്ന കാരണം ചെറിയ ചെറിയ കാളകളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് കയ്യിലെടുത്ത് പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയ കാളകളാട്ടോ. അപ്പം മോര് കുടിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ആനകളൊക്കെ ഇങ്ങനെ നടന്ന് ഇനി ഈ പാടം കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് അടുത്ത പാടത്ത് ഇറങ്ങിയിട്ട് വേണം ആനകൾക്കും ഇവർക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആനകളൊക്കെ ഇങ്ങനെ പതുക്കെ 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 വരമ്പത്ത് കൂടി നടന്നു പോവുകയാണേ. പിന്നെ കുറേ നേരത്തെ കൊട്ടും പാട്ടിനും ഒക്കെ ശേഷം അവരിതാ കുതിര തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് വായിൽ. കാളേനെയും പൊക്കിക്കൊണ്ട് പൂരപ്പറമ്പിലേക്ക് പോവുകയാണ് കേട്ടോ. എന്തായാലും അവരുടെ ഡ്രസ് കോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, ആ ബ്ലൂ കളറ്. അങ്ങനെ പിന്നെ ഞങ്ങളെന്താ വൈകുന്നേരം പൂരം കാണാൻ വേണ്ടിയിട്ട് പൂരപ്പറമ്പിലോട്ട് എത്തിയിട്ടുണ്ടേ. ജിത്തു ആണെങ്കിൽ അച്ചുട്ടിക്ക് തലയിൽ വെക്കാൻ വേണ്ടി ഒരു റിങ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കുറച്ച് നേരം അവൾ വെച്ചു, ബാക്കി സമയം ഫുള്ളും ഞാനാണ് വെച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊന്നും അല്ല, നമ്മൾ ഉച്ചയ്ക്ക് വെജായിരുന്നല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രിത്തേക്ക് ചിക്കൻ കറിയും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒക്കെ ചെയ്യുന്നുണ്ടേ. അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ്റെ വന്ന വല്യമ്മയുടെ മകളും ഹസ്ബൻഡും കൂടി വന്നത്. പിന്നെ കുറേ നേരം അവരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ ചൂടോടെ തന്നെ ചിക്കനൊക്കെ അങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ പിന്നെ ഫുഡും ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ചേച്ചിയും ഏട്ടനും ഒക്കെ പോയി. മറ്റേ ഏട്ടന്മാരും വല്യമ്മയൊന്നും പോയിട്ടില്ല കേട്ടോ, അവർ നാളെ പോകുന്നോളേ. നാളെ ഇനി ഏട്ടൻ്റെ വീട്ടിൽ പൂരമാണ് കേട്ടോ. അപ്പോൾ ഇനി ആ പൂരത്തിന് കാണാം. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ ബൈ.